എടോ അതൊക്കെ വലിയ മെനക്കേടും പൈസ ചെലവാ. എനിക്കാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റുമായി ബോംബെ വരെ പോകാതിരിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ അത് മാറ്റിവെച്ച ഭയങ്കര കുഴപ്പാ. ഞാനാണെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അവര് തന്ന 5 ലക്ഷം അഡ്വാൻസ് എങ്ങനെയാ പോയതെന്ന് നിനക്കറിയാലോ. പ്രോജക്റ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ അവര് തന്ന അഡ്വാൻസ് ടേബിളിൽ വെക്കാനാ അവര് പറഞ്ഞത്. സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. ഗതി വിട്ട് പോയാ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. നാശം. അനന്ത് വിഷമിക്കാതെ, ഇതെല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാ മതിയല്ലോ. ഈ പ്രൊജക്ട് ദൈവമായിട്ട് തന്നതാ. ഒരു വഴി തടസ്സം വരുമ്പോ വേറൊരു വഴി തുറന്നു തരും കർത്താവ്. അല്ലെങ്കിൽ ഈ പ്രൊജക്ട് വരില്ല അനന്തു. എന്നാലേ ഒരു കാര്യം ചെയ്യാം. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബോംബെക്ക് പോകും. അതുവരെ ആൻസി ഇവിടെ നിൽക്ക് പിള്ളേരെ കൊണ്ട്. അമ്മേ, കൊടുവള്ളി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളും. അപ്പൊ അനന്ത് എന്നാ വരുന്നത് തിരിച്ച്? അതവിടെ ചെന്നാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ചിലപ്പോ 2-3 ആഴ്ച. അപ്പൊ CM-ന് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് അനന്ത് വരില്ലേ കൂടെ? അത് ഈ ആഴ്ച തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ. അത് വെച്ച് താമസിപ്പിച്ച് ശരിയാവത്തില്ല അനന്തു. എന്റെ ആൻസി അത് വന്നിട്ട് ചെയ്താ പോരെ? അത് വെച്ച് താമസിപ്പിച്ച ശരിയാവത്തില്ലെന്ന് ആൾക്കാരുടെ കുത്തുവാക്ക് കേട്ടോണ്ടിരിക്കുക ഞാനിപ്പോ. ആ റഷ്യനാണെങ്കിൽ എപ്പോ നോക്കിയാലും ഇങ്ങനെ ഒരു കുത്തിച്ചു വെച്ചോണ്ടിരിക്കുക. അവരുടെയൊക്കെ വിചാരം ആ വീഡിയോയിലുള്ള ഞാൻ തന്നെയാണെന്നാ. അതൊക്കെ പോട്ടെ, എന്റെ പിള്ളേര് അവരാകെ പാടെ വിഷമിച്ചിരിക്കുകയാണ്.